ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഇരിക്കരുന്ന്. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്ന് 2 ചെറുതൊട്ടിട്ട് അവിടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗ്ഗമാണ് അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത്. അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അപ്പോസ്തലന്മാരോട് കമൻറ്റ് ചെയ്തു, സീ ദിസ്, ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു. എന്നിട്ട് കർത്താവ് അവിടെ താരതമ്യപ്പെടുത്തി ചില ആൾക്കാർ അവിടെ ഉള്ളവർ അവർക്കുള്ളതിൻ്റെ മിച്ചം വന്നാണ് ഇടുന്നത്. ഇവർ ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മൊത്തം നിക്ഷേപിച്ചു വന്നു. ഇതിൻ്റെ കൂടെയാണ് നമുക്കിത് മറ്റേ ഞാൻ വായിക്കേണ്ടത്. ഇതൊക്കെയാണ് 14:8 മർക്കോസിൻ്റെത് സുവിശേഷം. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഇത് കണ്ട, ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട. ഇപ്പം ചെറിയത് ഇപ്പം ഇതെന്താ ചെയ്തിരിക്കണം, 300 ദിനാറാണ് ഒരു ദിവസത്തെ. അപ്പോൾ ഈ ബദനിയയിൽ ലാസറിൻ്റെ പെങ്ങളും അറിയാം, ബദനിയാലും അറിയാം, 300 ദിനാറ ലാസറിനെ ഉയർപ്പിച്ചപ്പോഴേ അവർക്കൊരു വിഷമം ഉണ്ടായി. ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിൻ്റെ സബ്ജക്റ്റ്. അതായത് ലാസറിനെ ഉയർപ്പിച്ച ദിവസം ഇവള് ആദ്യം വന്ന മാർത്തയല്ലേ ഓടി വന്നത്. ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ. അവളല്ലേ അന്ന് കർത്താവിൻ്റെ വചനം കേട്ടത്, പദാന്ത്യത്തിൽ ഇരുന്ന്. മാർത്ത കുറേ ഭയങ്കര വീട്ടുജോലിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്ന മാർത്തായാണ്. മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസിദ്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല. ഇങ്ങനെയൊക്കെ പക്ഷേ പിന്നീട് സംഭവിച്ചത് ലാസർ ഉയർപ്പാണ്. അതോടുകൂടി ഇവർക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. നമ്മൾ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം പറഞ്ഞിരിക്കുന്ന കാര്യം, അടയാളം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകും. വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തല പത്രോസ് തന്നെ 5:7 മത്സ്യങ്ങളുടെ ആധിക്യം കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. അപ്പോൾ അടയാളം അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം. എന്തിനാണ്? അത് അനുതാപത്തിന് വേണ്ടിയാണ്. അനുതാപം ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി. ആർക്ക്? മേരിക്ക്. എന്താണ്? കർത്താവ് വിളിച്ചിട്ട് വന്നില്ലല്ല. കർത്താവ് വന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ. അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈശോ ഇത്ര താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും. അത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വചനം കേട്ടത് വെറുതെ ആയില്ലേ. അപ്പോൾ അതൊക്കെ സങ്കടമായി. അപ്പോൾ ആ സങ്കടമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൾ 100 ദിനാറയ്ക്കുള്ള സുഗന്ധൈലം ആ കാര്യം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുതാപമുള്ള ആൾക്കാർക്ക് അതിന് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത് കർത്താവ് ബെത്തനിയായ മറിയത്തിൻ്റെ 300 ദിനാറയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവയും ഒരേ അളവിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവവേദനെ നിനക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമെല്ലാം ഒരുപോലെ വേ ചെയ്യും കൊടുക്കണവൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പോൾ തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. നമ്മളെന്താ ഇവിടെ ജീവിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പോൾ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കും ലക്ഷ്യം. നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഇടറവുണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ച വെക്കാൻ കർത്താവ് അത് കാണിച്ച് അതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്. അല്ല